കണ്ണൂർ മാടായിലെ വാദി ഹുദ സ്കൂൾ ഭൂമിക്കെതിരെ അപവാദ പ്രചാരണവുമായി BJP രംഗത്ത്. സ്കൂൾ അധികൃതർ ദേവസ്വം ഭൂമി കയ്യേറിയെന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ 45 വർഷം മുൻപ് വാങ്ങിയ ഭൂമിയുടെ റവന്യൂ രേഖകൾ ആർക്കും പരിശോധിച്ച് ഉറപ്പുവരുത്താമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ മറുപടി. വലിയ കൃഷ്ണൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ 100 വർഷം മുൻപുണ്ടായിരുന്ന 5 ഏക്കർ 77 സെന്റ് ഭൂമി 1961 ആദ്യം കൈമാറ്റം ചെയ്തത്. 19 വർഷം കഴിഞ്ഞ് തഹ്ലീൽ മുൽ ഇസ്ലാം ട്രസ്റ്റ് മുഴുവൻ സ്ഥലവും വാങ്ങി വാദി ഹുദ സ്കൂൾ പണിതു. നഴ്സറി മുതൽ +2 വരെയുള്ള ക്ലാസുകളിൽ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഇന്ന് അക്കാദമിക് രംഗത്ത് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇതിനിടെയാണ് ഇതുവരെയില്ലാത്ത അപവാദ പ്രചരണം സ്ഥാപനം നേരിടുന്നത്. എന്നാൽ ആദ്യ ഉടമയുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ മുഴുവൻ സ്ഥലത്തിനും ചുറ്റുമതിലടക്കം രേഖകളിലുണ്ടെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ഇത് വ്യക്തിപരമായതും രാഷ്ട്രീയപരവുമായ താല്പര്യത്തിന് വേണ്ടി വാദിഹുദയെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതാണ്. വാദിഹുദയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡോക്യുമെന്റ്സ് വളരെ ക്ലിയറാണ്. അത് ഏത് ഗുണകാംക്ഷിക്കും ഇവിടെ വന്ന് പരിശോധിക്കാവുന്നതാണ്. നിയമപരമായ ഏതൊരു വ്യവഹാരത്തിന് വാദിഹുദ അതിന് തയ്യാറാണ്. ആ രീതിയിലൊരു ഒരു ട്രാൻസ്പെറൻസി വാദിഹുദ അതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. പ്രദേശത്തെ റോഡിനെ ചൊല്ലിയും നിയമപോരാട്ടം നടക്കുന്നുണ്ട്. ഈ കേസിൽ പയ്യന്നൂർ മുൻസിഫ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്കൂളിന് അനുകൂലമാണ്. മാടായിയുടെ ജൈവസമ്പത്ത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ദേവസ്വത്തിനൊപ്പം കൈകോർക്കുന്ന വാദി ഹുദ മാനേജ്മെന്റ് BJPയുടെ നീക്കം സ്വാർത്ഥത മാത്രം ലക്ഷ്യമിട്ടതാണെന്നാണ് വിലയിരുത്തുന്നത്. ഇല്ലാക്കഥ പ്രചരിപ്പിക്കുന്ന BJP കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് മാർച്ച് നടത്തി. BJPയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് വാദി ഹുദ മാനേജ്മെന്റ്. മീഡിയ 1 കണ്ണൂർ.